പ്രിയമുള്ളവരെ, ശ്രീനിവാസ്തവാണ്. എൻഫോർണജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും സിനിമയിൽ അഭിനയിക്കണം. ഒരു പക്ഷേ അതിനൊക്കെ ഒരു മോട്ടിവേഷൻ ആയിട്ട് നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന തിയേറ്റർ മൂവികൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഭയങ്കരം. അതാണ് നമ്മൾ സ്വപ്നത്തോടെ വന്നിട്ട് നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. സ്ക്രീനിൽ ഇങ്ങനെ മമ്മൂട്ടി, മോഹൻലാലും രജനീകാന്തും ഒക്കെ നിറഞ്ഞാടുമ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന ഒരു ആഗ്രഹമാണ് ഒരു സിനിമ നടനാണെന്നുണ്ട്. ഈ ആഗ്രഹം കൊണ്ടാണ് പലരും സിനിമയിലേക്ക് എത്തുന്നത്. കാരണം സിനിമയിൽ വന്ന ഭൂരിപക്ഷം ആൾക്കാരും പല പല ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അതായത് സിനിമയുടെ ടെക്നിക്കൽ ഫീൽഡ്, അതുപോലെ തന്നെ ഡയറക്ഷൻ, അവർക്ക് എല്ലാവരും ഭൂരിപക്ഷം അത് അഭിനയമോഹം എന്നൊരു സംഭവം കൊണ്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ സാഹചര്യം മൂലം പലരും പല മാറും. ഇപ്പൊ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അത് അത്ര ഒരു ക്രിയേറ്റിവിറ്റി കാര്യങ്ങളുള്ളവരാണ് അതിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ള കാരണം വെച്ചാൽ ഒരുപാട് സിനിമ ലൊക്കേഷനിൽ ഞാൻ സഞ്ചരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ വരുന്നതാണ്. ഈ ജൂനിയർ ആർട്ടിസ്റ്റായി നല്ലത് തന്നെയാണ്. തുടക്ക സമയത്ത് ജൂനിയർ ആർട്ടിസ്റ്റായി പോവാന്നുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ജീവിതകാലം മൊത്തം ജൂനിയർ ആർട്ടിസ്റ്റായി പോകരുത്. കാരണം തുടക്ക സമയത്ത് നമ്മൾ സിനിമ എന്നുള്ളൊരു നമ്മൾ സ്ക്രീനിൽ കണ്ട ഒരു സംഭവം, അല്ലെങ്കിൽ ടി വിയിൽ കണ്ട ഒരു സിനിമ, ഈ സിനിമ നമ്മൾ എന്താണെന്ന് അറിയുന്നില്ല. അപ്പൊ ഈ പടം നമ്മൾ ഈ സിനിമ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യണത്, അതുപോലെ അത് എങ്ങനെയാണ് ഓരോ രംഗങ്ങൾ അതിൽ അഭിനയിക്കുന്നത്, എത്ര സമയം പിടിക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ അധ്വാനങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ലൊക്കേഷനിൽ പോകണം. ലൊക്കേഷൻ ഫ്രീ ആയിട്ട് കയറി ചെന്നാൽ ആരും എടുക്കുക. പക്ഷെ നമ്മൾ ഏതെങ്കിലും ടീമിന്റെ കൂടെ ഡിസൈഡ് പോയാൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഓരോ സീനും എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യണമെന്നുള്ളത്. അത്ര റിസ്ക് എടുത്തിട്ടാണ് നമുക്ക് മനസ്സിലാവും ഓരോ ലൊക്കേഷനും. അപ്പോൾ സിനിമയിൽ അഭിനയിക്കുക, സിനിമയിൽ നടനാവുക എന്നുള്ളൊരു വിഷയമാണ് നമ്മളൊന്ന് സംസാരിക്കുന്നത്. അത് നടന്നല്ല, ഡയറക്ടർ ആയാലും ആരായാലും അതിന് ആദ്യം വേണ്ട ഡെഡിക്കേഷൻ ആണ്. നല്ല ഡെഡിക്കേഷൻ വേണം, നല്ല അധ്വാനം വേണം. ചില ആൾക്കാരൊക്കെ പറയും ഞാൻ 5 വർഷം ഇതിന് പിറകെ നടന്ന് ഒന്നും ആയിട്ടില്ല. സിനിമയിൽ നമ്മൾ ആദ്യം സിനിമയോട് പ്രണയമാണ് വേണ്ടത്. നമ്മൾ ആ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാനസികമായ സുഖം. പക്ഷെ സിനിമ നമ്മൾ ഒരിക്കലും ഒരു വരുമാന മാർഗമായി കാണരുത്. ആ വരുമാന മാർഗമായി നമുക്ക് കാണണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ആ ഒരു ലെവൽ എത്തണം. നമ്മൾ എന്ത് വേണം, നമ്മൾ ശരിക്കൊരു സെലിബ്രിറ്റിയായി മാറണം. സെലിബ്രിറ്റിയായി മാറുമ്പോൾ തന്നെയാണ് കറക്റ്റ് ഒരു വരുമാനം വരുള്ളൂ. അതുവരെ നമ്മളൊരു പാഷൻ തന്നെയാണ്, നമുക്ക് അതിനോട് പ്രണയമുണ്ട്. അപ്പോൾ നമ്മൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ കൂടെ ഒരു വരുമാനം കിട്ടുന്ന ഒരു ജോബും കൂടി നമ്മൾ നോക്കണം. പല ആൾക്കാരും സിനിമയെ വെറുത്ത് മടുത്ത് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ കൃത്യമായിട്ടൊരു വരുമാന മാർഗങ്ങൾ ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ജീവിതം, ഒരു കല്യാണം കഴിക്കാതെ വീടുകളില്ലാതെ കുറേ കാലം പറഞ്ഞാൽ 500 സിനിമ അഭിനയിച്ച് 600 സിനിമ അഭിനയിച്ച് എന്നാൽ ശക്തമായ ഒരു കഥാപാത്രം കാണിക്കാനും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നമ്മളിപ്പോൾ എറണാകുളത്തും പല സ്ഥലത്തും പോകുമ്പോൾ ഒരുപാട് പേരെ കാണാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, നമ്മൾ ആദ്യത്തെ ഒരു വർഷം 1-2 വർഷം ഫീൽഡിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയി പോയി സിനിമ എന്താ പറഞ്ഞത്, ലൊക്കേഷൻ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ലൊക്കേഷനിൽ എങ്ങനെയാണ് ഷോട്ട് എടുക്കുന്നത്, എങ്ങനെയാണ് അഭിനയിക്കുന്നത്, അഭിനയത്തിന് ഒരു സ്കെയിലുണ്ട്. ആ സ്കെയിൽ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അഭിനയിക്കുന്നത്. അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കി അതിന് ശേഷമാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ. അങ്ങനെ കുറെ ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാവും. ആ ബന്ധങ്ങളിലൂടെയാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഇന്നത്തെ കാലത്തെ പ്രശ്നമില്ല. ഒരു കാലത്ത് ചെന്നൈയിലും അന്ന് മദ്രാസിയും പിന്നെ കൊച്ചിയിലൊക്കെ ഒരുപാട് പേര്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരുടെ കയ്യിലും വില കൂടിയ ആൻഡ്രോയിഡ് മൊബൈലൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ സൗകര്യമാണ്. അഭിനയിക്കുക എന്നുള്ളത് റിസ്ക്കുള്ള കാര്യമല്ല, അപ്പൊ വളരെ സുഖമുള്ള കാര്യം. ഇപ്പൊ നമ്മുടെ ഒരു ലുക്ക് വൈസ്, നമ്മുടെ ഒരു ലുക്കിൽ ഇപ്പൊ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടേക്കാം, അപ്പൊ അദ്ദേഹം പറയാണ് നല്ല കഥാപാത്രം തരാന്ന് പറയാണ്, നമ്മളൊന്ന് അഭിനയിപ്പിച്ച് നോക്കുകയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ച ഒരു പെർഫോമൻസിൽ വന്നത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു മൂർച്ച കൂട്ടിയ ഒരു കത്തി പോലെ എന്താണ് എപ്പോഴും പവറായി നിൽക്കണം. അതിനെന്ത് വേണം, നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് പ്രാക്ടീസ് വേണം. ഇപ്പൊ ഒരു ഫുട്ബോൾ കളിക്കാരനാണെങ്കിൽ അയാൾ പെട്ടെന്ന് കളിക്ക് മത്സരത്തിന് ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അയാൾ എന്ന് രാവിലെ എണീച്ച് പ്രാക്ടീസ് ചെയ്ത് അതിന് മനസ്സും ശരീരവും ശരിയാക്കിയാലല്ലേ ആ മത്സരത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വൃത്തിയാക്കണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ കയ്യിൽ ഐറ്റം വേണം, നമ്മുടെ കയ്യിൽ കഴിവ് വേണം. അതുകൊണ്ട് നമ്മളൊരു വീട്ടിലൊരു സ്വന്തം മുറി ക്രിയേറ്റ് ചെയ്തിട്ട്, ആ മുറി തന്നെയാണ് നമ്മുടെ സ്റ്റുഡിയോ. ആ സ്റ്റുഡിയോ വെച്ച് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ, നല്ലൊരു മൊബൈൽ ഫോണും സ്റ്റാൻഡും എല്ലാം വാങ്ങി നമ്മൾ തന്നെ പ്രിപ്പയർഡ് ആവണം. ഒരു അഭിനയിച്ച് പഠിക്കണം. അതുപോലെയുള്ള സോളോ ഡ്രാമ, മറ്റുള്ള അഭിനയത്തിലൊക്കെ നമ്മൾ പോകണം. ഇതൊക്കെ സ്റ്റെപ്പുകളാണ്. ഇതൊക്കെ പെട്ടെന്ന് വരുമാനം മോഹിക്കാതെ നമ്മൾ എന്ത് വേണം, നല്ലൊരു നടനാവണമെങ്കിൽ എന്ത് വേണം. ഇപ്പൊ പഴയ കാലത്തൊക്കെ നാടകത്തിലൂടെയാണ് സിനിമയെത്തിയത്, പിന്നെ മിമിക്രിയിലൂടെ ആയി. അവരൊക്കെ എത്രയോ സ്റ്റേജുകളിൽ ഇങ്ങനെ അഭിനയിച്ച് അതിലൂടെ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഭയങ്കരമാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാവരും റീൽസ് ചെയ്യും. കുറെ ആൾക്കാർ ഈ റീൽസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് ലിപ്പ് കൊടുക്കും. വേറൊരു ആർട്ടിസ്റ്റ് ചെയ്തു വെച്ച സംഭവമാണത്. പക്ഷെ ആ ലിപ്പ് കൊടുക്കൽ മാത്രമല്ല, അതിലുപരിയായിട്ട് അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എന്ത് വേണം, ആക്ടിങ് പഠിക്കണം. ഒരു കഥാപാത്രം വേറെ ആൾ ചെയ്തു വെച്ച കഥാപാത്രമാണ് നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉള്ള ഈ റീൽസ് ചെയ്യുന്നത്.
പക്ഷെ അതല്ല നമുക്കൊരു കഴിവാണ്. അതാണ് പരിശീലിക്കേണ്ടത്. ഈ പഴയ കാലത്തു നിന്നും നമ്മൾ പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ ഒരു സിനിമ എന്നുള്ള സ്വപ്നം കണ്ടിട്ട് ചെന്നൈയിലും, അന്ന് മദിരാശിയായിരുന്നു, മദിരാശിയിലൊക്കെ നാട് വിട്ട് എത്രയോ പേരുണ്ട്. മുംബൈക്കൊക്കെ പോയ ആൾക്കാരൊക്കെ ഉണ്ട്, പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ കൊച്ചിയിൽ ഒരുപാട് പേര് വർഷങ്ങളായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും അഭിനയിക്കാനുള്ള മോഹം കൊണ്ടൊക്കെ വന്ന് താമസിച്ച് കുറെ കാലം മടുത്ത് പിന്നെ അവരിട്ടൊന്നി പോയി, പിന്നെ ജീവിതം വേണ്ട നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതില് മനസ്സിലാക്കുന്ന വിഷയം, പക്ഷേ പുതിയ ജനറേഷൻ അങ്ങനെയല്ല. പുതിയ ജനറേഷൻ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ കൂടെ തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടന്റ് ഒക്കെ ചെയ്തിട്ടും ഒക്കെ പ്രശസ്തരാവാം. ഒരുപാട് വഴികളുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിലെ തൊപ്പി ഒരു റൂമിൽ നിന്നാണ് ചെയ്ത് ലോകപ്രശസ്തനായത്. അദ്ദേഹം ചെയ്യുന്ന കണ്ടന്റ് നല്ലതൊക്കെ ചീത്തയായിരിക്കും, അത് നിങ്ങളെ വിലയിരുത്തല്. പക്ഷെ അതിൽ നിന്ന് അദ്ദേഹം അറിയപ്പെട്ടു, കേരളത്തിൽ അദ്ദേഹം അറിയപ്പെട്ടു. അതിലുപരിയായിട്ട് ഉദ്ഘാടനങ്ങൾക്ക് പോയി. അപ്പൊ നമ്മൾ മനസ്സിലായി, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ തന്നെ നല്ല നല്ല കണ്ടന്റുകൾ, റീൽസുകൾ ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നല്ല ക്യാമറ ഒക്കെ സെറ്റാക്കി, പിന്നെ തിരക്കഥ നമ്മൾ കഥ എഴുതാൻ പഠിച്ച് അത് തിരക്കഥയാക്കി ഷോർട്ട് ഡിവിഷൻ ആക്കിയിട്ടൊക്കെ നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു ആക്ടർ എന്നതിന് ഉപരിയായിട്ട് നമുക്ക് ഫിലിം മേക്കർ കൂടി ആവാം. കാരണം അത്രയും ടെക്നോളജി വളർന്നാണ്. ഇപ്പൊ എ കൂടി വന്നു. ടെക്നോളജി എന്നുള്ളത് നിങ്ങൾക്കറിയാം, ഒരുപാട് മാറ്റം. നമ്മൾ എന്താണോ ഭാവനയെ കൊണ്ടുവരുന്നത്, ആ ഭാവനയെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ടെക്നോളജിയിലുണ്ട്. അതിലോ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു സുനാമി എന്നുള്ള പണ്ടൊക്കെ ചെയ്യാൻ എത്ര റിസ്ക് ആണ്. ഇപ്പൊ അത് വിഷയമല്ല. അപ്പൊ എയിൽ നമ്മൾ ആ ഒരു ഭാവന പറഞ്ഞു കൊടുത്താൽ എയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ തന്നെ ഓരോരോ കാര്യങ്ങളും. അപ്പോൾ എയുടെ ഒരുപാട് പുതിയ ടൂൾസുകൾ വരുന്നുണ്ട്. പുതിയ ടൂൾസ് ഒക്കെ ഭയങ്കര മാറ്റമാണ്. വളരെ ക്ലാരിറ്റി ഉള്ള, ഭയങ്കര മൈന്യൂട്ട് ചെറിയ എക്സ്പ്രഷൻ വരെ എടുക്കുന്ന എന്റെ ടൂളുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ, ഒരു നടനാണെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ഫിലിം മേക്കർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ റൂമിൽ നിങ്ങളുടെ സ്റ്റുഡിയോ പോലെ. അപ്പോൾ നല്ലൊരു നടനാണോട് കൂടി തന്നെ നല്ലൊരു ഫിലിം മേക്കർ ആവുക. കാരണം അല്ലെങ്കിൽ എന്താ വെച്ചാൽ, നടനായി വേണ്ടി മാത്രം പോകുമ്പോൾ വെച്ചാൽ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നല്ല ഡയറക്ടേഴ്സിനെ പോയി കാണണം, ഫോൺ വിളിച്ച് സംസാരിക്കണം, ചാറ്റ് ചെയ്യണം, ഒക്കെ വേണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടേതായിട്ടുള്ള കുറച്ച് കഴിവുകൾ നമ്മൾ യൂസ് ചെയ്യണം. നമ്മളൊരു റൂമിൽ, നമ്മുടെ റൂമോ അതല്ലെങ്കിൽ ഏതൊരു റൂമോ എടുത്തിട്ട് അതിൽ തന്നെ ഒരു സ്റ്റുഡിയോ പോലെ തന്നെ നമ്മളെന്ത് വേണം, നമ്മളൊരു ക്രിയേഷൻ, നമുക്ക് സ്വന്തമായിട്ട് റീൽസ് ചെയ്യാനും സ്വസ്ഥമായ ഒരു പാട്ട് പാടാനും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി നമുക്ക് ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അതിനുള്ള കഴിവുകൾ നോക്കണം. അതുപോലെ നമ്മുടെ കഴിവുകളെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ എന്താണ്, ഒരു വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ എന്താണ്, അത് സ്റ്റാർട്ടായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് സിനിമയിൽ അഭിനയം. നമ്മൾ കുറെ കാലം അഭിനയിക്കാതെ നിൽക്കുമ്പോൾ നമ്മൾ ടച്ച് വിട്ടു. കാരണം ചിലപ്പം സിനിമകളിലൊക്കെ തന്നെ നല്ല വേഷം ചെയ്ത ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടാവും. അവർ കുറച്ചു കാലം കഴിയുമ്പോൾ കഥാപാത്രം കിട്ടാത്ത അവസ്ഥ വരും, കഥാപാത്രം ഇല്ലാത്തൊരു അവസ്ഥ. അല്ലെങ്കിൽ കാരണം സിനിമയിലാണ് അത്രയും ആൾക്കാർ ഒരേ സമയം ഫോളോ ചെയ്യുന്ന സംഭവം സിനിമ. അപ്പൊ ചില ആൾക്കാരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഉപനായക വേഷം ചെയ്തിട്ട് പിന്നെ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, പിന്നെ അയാൾ വിളിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അയാൾ പോയിണ്ടാവില്ല, എന്തേ കാര്യങ്ങൾ വർക്കിട്ടില്ല. അപ്പൊ അങ്ങനെ മാനസികമായി ചടയ്ക്കും, വേറെ പഠിക്കൊന്നും പോകില്ല, അങ്ങനെ ആവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു ഫിലിം മേക്കറും കൂടി ആവുക. ഇനിയുള്ള കാലത്ത് നമുക്ക് തന്നെ ഫേമസ് ആകാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകളുണ്ട്. തിയേറ്ററിൽ ആൾക്കാർ സിനിമ കാണുന്നേക്കാളും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ആൾക്കാർ സിനിമ കാണുന്നു, സോഷ്യൽ മീഡിയയിൽ കൂടെ ആൾക്കാർ റീൽസ് കാണുന്നു, ഇൻസ്റ്റഗ്രാം കാണുന്നു. സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യാം. പക്ഷെ കഴിവ്, ആക്ടിങ്, കഥാപാത്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ പക്കയായിരിക്കണം. അത് പക്കയായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് അവസരങ്ങൾ ലഭിക്കുള്ളൂ. അല്ലെങ്കിൽ ഒറ്റ അവസരം കൊണ്ട് തന്നെ എന്താണ് നഷ്ടപ്പെടും. അപ്പോൾ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നടന്മാരാകുന്നവർക്കും ഒക്കെ കാര്യം പറയുള്ളൂ, നിങ്ങൾ ഡയറക്ടേഴ്സിനെ മീറ്റ് ചെയ്തോളൂ, ലൊക്കേഷനിലേക്ക് പോയിക്കോളൂ, അന്വേഷണം നടത്തിക്കൊള്ളൂ, എല്ലാം ചെയ്തോളൂ. പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് മൈൻഡ് സെറ്റ് കൂടി വേണം. കാരണം അഭിനയം മാത്രം കൊണ്ട് ഒരിക്കലും പിടിച്ചു കഴിയില്ല. അഭിനയിക്കാൻ അത്രയും ആൾക്കാർ നിൽക്കുകയാണ്. അതൊന്നൊരു എക്സ്ട്രീം ആയിട്ടുള്ള കഴിവൊക്കെ വേണം. ആ കഴിവിന് എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ, നമ്മൾ കഴിവുണ്ടെങ്കിൽ പോലും നമുക്ക് തിരക്കഥയിലേക്ക് ശ്രദ്ധിക്കാം. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ നമുക്കറിയാം, മമ്മൂട്ടി മോഹൻലാലും സൂപ്പർ സ്റ്റാർ ആയികൾ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ശ്രീനിവാസൻ സാറ്, അദ്ദേഹം അയാൾ നേരെ തിരക്കുള്ള നടനായിരുന്നു, സംവിധായകനായിരുന്നു, തിരക്കഥാകൃത്ത് നോക്കിയായിരുന്നു. ഇപ്പൊ ബേസിൽ ജോസഫ് അല്ലേ, നല്ല സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എന്ന് വെച്ചാൽ ഒരു ഫിലിം മേക്കിംഗ് സംഭവത്തിൽപ്പെട്ട ആൾക്കാരാണ്, ഒരു നടൻ മാത്രമല്ല. അപ്പൊ നമ്മൾ അതിലൂടെ ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്യുക. അഭിനയം വേണം, അഭിനയം ഏത് കഥാപാത്രം ചെയ്യാൻ പറ്റണം, ചെയ്യണം. അതിന്റെ കൂടെ തന്നെ എന്ത് വേണം, ഇതും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. അപ്പം അഭിനയിക്കാൻ പോകുന്നവർക്കൊക്കെ നല്ല ഒരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നി, കുറച്ച് കാര്യങ്ങൾ പറയണം എന്നുള്ളത്. അപ്പോൾ അത് വീഡിയോ കേൾക്കുന്ന ആൾക്കാർ നല്ല അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ N4 നജ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് എല്ലാ ആഴ്ച വിടുന്ന പോലെയുള്ള ഒരുപാട് നല്ല ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അത് എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തില്ല. കാരണം ഒരുപാട് പേര് സിനിമയുടെ പിറകെ നടന്ന്
ജീവിതം ഇങ്ങനെ പോവാണ്, ഒന്നും ആവാത്ത. അവർക്ക് വീഡിയോ കേട്ടാൽ മനസ്സിലാവും എന്താ അതിന്റെ വാല്യൂ എന്താണെന്ന്. നിങ്ങളുള്ള കലാകാരൻ എങ്ങോട്ടും കൂടുതൽ ഇടണ്ട്. അപ്പൊ ആ നടനെ ഡെവലപ്പ് ആക്കണമെങ്കിൽ നിങ്ങൾ സ്വയം പരിശ്രമിക്കണം, അത് മറക്കരുത്. ഓക്കെ, ഹായ്, സുനിൽ വാസുദേവ്.